ഒരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ ആ ഒരു ഇപ്പൊ ടിക്ടോക്ക് ഒക്കെ നമ്മുടെ ഇവിടെ ഒക്കെ ബാൻ ചെയ്തു, നമുക്കൊന്നും ഇപ്പൊ ടിക്ടോക്ക് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് അവിടെയൊക്കെ ടിക്ടോക്ക് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റാർ ആയപ്പോ എന്തായിരുന്നു മനസ്സിൽ തോന്നുന്നത്? അയ്യോ പെട്ടെന്നൊന്നുമല്ല സ്റ്റാർ ആയത്. എന്നാലും ആ ഒരു പോയിന്റ് ഉണ്ടാവല്ലോ, ലൈക്ക് പെട്ടെന്ന് ഒരു ഹൈപ്പ് കയറി. ഞാൻ സ്റ്റാർ ആണെന്ന് എനിക്ക് ഇപ്പോഴും, ഞാൻ സ്റ്റാർ അല്ലേ ശരിക്കും, ഞാൻ ഇപ്പോഴും. എത്ര ഫോളോവേഴ്സ് എത്രയുണ്ട്? അയ്യോ കുറച്ചേ ഉള്ളു. അങ്ങനെയല്ല, എനിക്ക് എന്താ പറയാ, ഇപ്പോഴും ഞാൻ എന്നെ കാണുന്നത് ഒരു നോർമൽ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ മാത്രമാണ്. അങ്ങനത്തെ സ്റ്റാർ എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നില്ല. ലൈക്ക് ഈ സ്റ്റാർ എന്നല്ല, എന്നാലും നമ്മളിപ്പോ നമ്മുടെ സറൗണ്ടിങ്ങിൽ അല്ലാതെ പുറത്തുനിന്ന് ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളൊരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു പോയിന്റിൽ എന്തായിരുന്നു തോന്നിയത്? I was very happy. Even now, when people come up to me, എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആൾക്കാർ വരുന്നതും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് തന്നെ. സത്യം പറയുകയാണെങ്കിൽ even now, when people come up to me and they say very nice things, it makes me very happy. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണത്. ഓക്കെ, അപ്പൊ ഇനിയും മൂവി ഫീൽഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ടോ? വേറെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ചെയ്യും. ഓക്കെ, വൈ ഫാഷൻ ഒരു ഇൻഫ്ലുവൻസർ, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അത് പുറത്ത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ കോണ്ടന്റ് ഉണ്ടാക്കണം, ആൾക്കാരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം, പിന്നെ ആൾക്കാരെ ചിരിപ്പിക്കണം എന്നുള്ളൊരു ഗോൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ഫാഷനിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ ആണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും എന്താ പറയുക ഫോട്ടോ എടുക്കാനും എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ എം എ ഫാഷനിസ്റ്റാ. കാരണം എനിക്ക് പ്രത്യേകിച്ച് സ്റ്റൈലിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഐ ലൈക്ക് സർട്ടൻ സ്റ്റൈൽ. ഇറ്റ്സ് ബിക്കോസ് I got influenced by such kind of people. I wear mostly modest Indian wear, classy dresses. അങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതൽ ചെയ്യുന്നത്. വേറെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇറ്റ്സ് ബിക്കോസ് ലാക്ക് ഓഫ് നോളജ്. സോ ഐ ആം നോട്ട് എ ഫാഷനിസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ആനപ്പറമ്പിലെ വേൾഡ് കപ്പിൽ ചെയ്യുമ്പോ അവിടുത്തെ ഫുഡല്ല, നമ്മുടെ കേരള ഫുഡൊക്കെ ഫുൾ കഴിക്കും. നിങ്ങൾ എന്തീ പറയണേ? ഐ ആം ഫ്രം കണ്ണൂർ. കണ്ണൂർ എന്നൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും വെറൈറ്റി ഫുഡ്. ഉമ്മ എല്ലാ ദിവസവും വെറൈറ്റി സാധനമൊക്കെ ട്രൈ ചെയ്യും. പിന്നെ അതൊക്കെ ടെസ്റ്റ് ചെയ്യണ ഞാൻ എൻ്റെ താത്തി ഉപ്പയും. ഉപ്പ അങ്ങനെ കഴിക്കില്ല, ഇപ്പൊ കുറച്ച് കൺട്രോൾ ആണ്. പിന്നെ അലീനയാണ്. ഉമ്മക്ക് ഭയങ്കര ഉമ്മ മാത്രല്ല വീട്ടിലെല്ലാരും ലവ് ടു ക്രിയേറ്റ് ന്യൂ ഫുഡ്. ഭയങ്കര വെറൈറ്റി ഫുഡാണ്. അപ്പൊ എല്ലാ ദിവസവും ഇന്ത്യ മാത്രമേ കഴിക്കുള്ളൂ. സാലഡ് അങ്ങനത്തെ ഡയറ്റ് ഒരു പരിപാടിയും ഇല്ല. ഐ ഈറ്റ് ബട്ട് ഐ ട്രൈ ടു ഈറ്റ് ക്ലീൻ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് മാത്രം. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ ബിരിയാണി, സദ്യ, ഐ ലൈക്ക് ഓൾ ഓഫ് ദാറ്റ്. ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എല്ലാം ഞാൻ കഴിക്കും. ഇതിപ്പോ ഡയറ്റിലാണെങ്കിൽ പോലും, ഡയറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇമാജിൻ ഇഫ് ഐ ആം ഈറ്റിംഗ് വെരി ക്ലീൻ. വീട്ടിൽ പോവാണെങ്കിൽ ഉമ്മ പത്തലും ചെമ്മീൻ കറി വെക്കും. അത് വറുത്ത് തരും ഉമ്മ. ഈ ഫസ്റ്റ് മൂവിയിലെ ഫസ്റ്റ് ഷോട്ട് എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു എന്നും ഓർത്തിക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കില്ല. ആ സമയത്ത് എന്തായിരുന്നു തോന്നിയത്? ആ സമയത്ത് ഫസ്റ്റ് ഷോട്ട് പറയുന്നത് കണ്ണ് മാത്രമായിരുന്നു അല്ലേ ചേട്ടാ? എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ണിലെ കൂടി എന്താ പറയാ അഭിനയിക്കായിരുന്നു ഞാൻ. അപ്പോ ഇറ്റ് വാസ് ഈസി. ഇറ്റ് വാസ് വെരി ഡിഫറെന്റ് ഓൾസോ. ഓക്കെ, എപ്പോഴും ഇങ്ങനെ ഡിഫറെന്റ് ലുക്സ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് എപ്പോഴും നോക്കാറുണ്ടോ? എങ്ങനെ? ലൈക്ക് ഇപ്പൊ ഹെയറിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഡ്രസ്സിങ്ങിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് എപ്പോഴും നോക്കാറുണ്ടോ? ഐ എയിം ടു വെയർ beautiful dress. Different എനിക്ക് അറിയില്ല if you call it different, but I like to wear. എനിക്ക് ഇന്ത്യൻ ഡ്രസ്സിനോടാണ് കൂടുതൽ താല്പര്യം. എനിക്ക് ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ വീട്ടിൽ പോവാണെങ്കിൽ ഇത്താത്ത പുതിയ ചുരിദാർ, ഇമാജിൻ ഇഫ് ഷീ ബോട്ട് എ ന്യൂ ചുരിദാർ, ഞാൻ അത് എടുത്തിട്ട് പോകും. പറയില്ല ഞാൻ. അപ്പൊ ഇത്താത്ത മേടിക്കുമ്പോ അറിയാം, ഷീ നോസ് ഐ വിൽ ടേക്ക് ഇറ്റ്. അപ്പൊ ഇത്താത്ത എന്ത് മേടിക്കുകയാണെങ്കിലും ഷീ നോസ് ഓക്കെ ഐ വിൽ ടേക്ക് ഇറ്റ്. എല്ലാ ചുരിദാറും എൻ്റെ ഉള്ളത്. ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് ഒളിപ്പിച്ചു വെക്കൊന്നുമില്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയും. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇപ്രാവശ്യം നാട്ടിലായിരുന്നു, നമ്മളെല്ലാരും പെരുന്നാൾക്ക് ഒരുമിച്ചായിരുന്നു. കണ്ണൂരിലെ ഉപ്പിയും എല്ലാരും നമ്മൾ നാട്ടിൽ ഒരുമിച്ച് പോയി. അപ്പൊ ഞാൻ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല. ഐ തോട്ട് ഐ വിൽ ബൈ ഫ്രം ഇന്ത്യ. പക്ഷെ വീട്ടിലെത്തിയിട്ട് വീട്ടുകാരെല്ലാരും ഉണ്ട്, പുറത്തൊന്നും പോകാൻ തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ താത്തോണ്ട് താത്ത എനിക്ക് കുപ്പായില്ല എന്താ ചെയ്യല്? ലൈക്ക് ഐ ബോട്ട് എ ഡ്രസ്, ഡു യു വാണ്ട് ടു സീ ഇറ്റ്? ഐ ആം ലൈക്ക് യാ. അപ്പോൾ ഇറ്റ് വാസ് എ വെരി ഗ്രേ ബ്യൂട്ടിഫുൾ ഡ്രസ്. അപ്പൊ അങ്ങനെ ഇട്ടു. നമ്മളേക്ക് ഞാൻ ഇതെടുക്കാന്ന് വെച്ചാൽ ഞാൻ ഒറ്റ പോക്ക് റൂമിൽ ലോക്ക് ചെയ്തു. ജുമാന മൈ ഡ്രസ് ആയിട്ടത് ഞാൻ ഇതിടാൻ പോണെയാണ്. I give it back to her. നല്ല രസമുണ്ട് ഈ സ്ലാങ് ഇങ്ങനെ കേട്ടിരിക്കാൻ. കണ്ണൂർ സ്ലാങ്. ഓക്കെ, ലോയർ ആയിരുന്നില്ലേ? ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. I just graduated, that's it. അതെന്താ വേണ്ടാന്ന് വെച്ചതാണ്? അങ്ങനെയല്ല, കാരണം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ തന്നെ when I got into the college I started all of this. അപ്പൊ അങ്ങനെ I went with the flow. ഇപ്പോഴും ടിക്ടോക്ക് ഒക്കെ ലൈക്ക് മുടങ്ങാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ?
അങ്ങനെ നിങ്ങൾ പറയരുത്. അതെന്താ? കോണ്ടന്റ് എന്ന് പറയണം. You like to create content. I'm just messing. Yeah, I make TikToks every day. I like to make videos. പക്ഷെ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല. വെരി സംടൈംസ് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്താലൊന്നും ആ വീഡിയോ വർക്ക് ആവില്ല. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യില്ല. ഓക്കെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ തിരിയണം. അല്ല, വാട്ട് കംസ് ഐ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഇപ്പൊ നന്നായിട്ടൊക്കെ ഒന്ന് ഡ്രസ് ചെയ്ത് പുറത്തൊക്കെ പോയാൽ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാന്ന് പ്ലാൻ ചെയ്തു. അല്ല, ഡ്രസ് ചെയ്ത് പോകണമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. ഇല്ല, അത് കാരണം ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ ഐ ലുക്ക് വെരി ഹോംലെസ്. I'm in a normal pajama, my t-shirt, mask, cap, done. അത് മതി. അത് മതി. I like to. എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാൻ എപ്പോഴായിരുന്നു? യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. അല്ല ഇപ്പൊ കുറെ നാളായാലും വീഡിയോസ്. പക്ഷെ ഞാൻ യൂട്യൂബ് ഷോർട്സ് ഇടാറുണ്ട്. എനിക്കറിയില്ല. I don't know. കുറെ വീഡിയോസ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ. ബട്ട് അതൊക്കെ ചെയ്തങ്ങ് ഇടുന്നേ, നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും. പക്ഷേ കാരണം എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട രീതി ആയിരിക്കില്ല ചിലപ്പോ എഡിറ്റർ ചെയ്യുക. അപ്പൊ എനിക്ക് ഇരുത്തി ചെയ്യണം. ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട് എഡിറ്റ്സ്. ഇതിപ്പോ ഫോട്ടോ ആണെങ്കിലും വെരി പെർട്ടിക്കുലർ അബൌട്ട് ഈവൻ സാച്ചുറേഷൻ ലെവൽ, കോൺട്രാസ്റ്റ്. ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട് ഓൾ ഓഫ് ദാറ്റ്. സോ ഐ ലവ് ഇറ്റ്. അതായത് മോർ ദൻ ബീയിങ് പെർട്ടിക്കുലർ, ഐ വുഡ് സേ ദാറ്റ് ഐ ലവ് ഇറ്റ്. ഓക്കെ. ഇപ്പൊ ഇപ്പൊ ഫാഷൻ, മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തിനോടാ കുറച്ചുകൂടെ ക്രേസ് കൂടുതൽ? എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കറിയില്ല, ക്രേസ് പറയണെങ്കിൽ ഐ ലൈക്ക് ടു സ്റ്റഡി. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞപ്പോ ഐ വോണ്ടഡ് ടു ബി IAS. പക്ഷെ ഇപ്പൊ നാട്ടിലൊന്നും പഠിക്കാൻ സമ്മതിച്ചില്ല. പറഞ്ഞു പറ്റില്ല, പിന്നെ ഉപ്പാക്ക് ജോലി വിട്ട് വരാനും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ലോ എടുക്കുന്നത്. So I think I'm the kind of person, if not this, I would have finished my masters and maybe, I don't know. വേഗം ഇനിയിപ്പോ പഠിത്തമൊക്കെ ഒന്ന് തീർക്കണം എന്നുണ്ടല്ലേ? എനിക്കോ? ഇനിയും പഠിക്കാൻ ഇല്ല, ഇനി വേണ്ട. അതിന്റെ നാക്ക് പോയി. എല്ലാരും പറയും ഒരു ബ്രേക്ക് എടുത്ത് go back. To actually study, you need to have proper discipline life in your life. അല്ലേ? അതായത് രാവിലെ സ്കൂളിൽ പോവാൻ വരിക, പഠിക്കുക, കിടന്നുറങ്ങുക, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് അറിയില്ല. ഇനിയിപ്പം പഠിച്ചോണ്ട് എന്താ വിധിച്ചെന്ന് അറിയില്ല. കുക്ക് ചെയ്യോ? ഫുഡൊക്കെ ഞാന് കുക്ക് ചെയ്യും. എന്തൊക്കെ ഉണ്ടാക്കും? കടികളൊക്കെ ഉണ്ടാക്കും, സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും, ഉന്നക്കായ അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എങ്ങനെയാ, ടേസ്റ്റ് ആണോ? ഏതെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടാ? ഫ്ലോപ്പ് പറയണെങ്കിൽ ഒബ്വിയസ്ലി ഷേപ്പ്ലെസ് ആയിരിക്കും. പക്ഷെ അത് ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് എന്താ പറയാ, ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും. അങ്ങനെ കുക്കിംഗ് അറിയില്ല എന്നൊന്നും പറയില്ല. പക്ഷെ ഉമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ, നമ്മൾ ഉണ്ടാക്കിയൊന്നും കിട്ടില്ല. അതായത് നമ്മൾ ഉണ്ടാക്കണ നമുക്ക് കഴിക്കാൻ തോന്നില്ല. എന്നാലും ഉമ്മ പറയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നൊക്കെ പറയോ? ഇല്ല, ഉമ്മക്ക് അറിയാം ഉമ്മ ഉണ്ടാക്കണത് എനിക്ക് അധികം ഇഷ്ടം. ബട്ട് മൈ സിസ്റ്റർ കുക്സ് റിയലി വെൽ. മൈ മോം ഓൾസോ നന്നായിട്ട്, ഭയങ്കര എനിക്കിഷ്ടാ.